കടൽക്കൊലക്കേസിൽ ഇന്ത്യയിൽ കഴിയുന്ന ഇറ്റാലിയൻ നാവികന് ഉപാധികളോടെ നാട്ടിലേക്ക് മടങ്ങാൻ സുപ്രീംകോടതി അനുമതി നൽകി. നാവികൻ സാൽവത്തോറ ജെറോമിന്റെ ഹർജി പരിഗണിച്ചാണ് അനുമതി. നാവികന്റെ ആവശ്യം ഇന്ത്യ എതിർത്തില്ല. കടൽക്കൊലക്കേസിൽ അന്താരാഷ്ട്ര മധ്യസ്ഥ കോടതി വിധിക്ക് ഇന്ത്യക്ക് അനുകൂലമായാൽ നാവികൻ മടങ്ങിവരണം. ഇക്കാര്യത്തിൽ ഉറപ്പ് ഇറ്റാലിയൻ എംബസി എഴുതി നൽകണമെന്നും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. കടൽക്കൊലക്കേസ് പരിഗണിക്കുന്ന അന്താരാഷ്ട്ര മധ്യസ്ഥ കോടതി വിധി ഇന്ത്യക്ക് അനുകൂലമായാൽ നാവികൻ മടങ്ങിവരണം. ഇക്കാര്യത്തിൽ ഇന്ത്യയിലെ ഇറ്റാലിയൻ എംബസി രേഖാമൂലം ഉറപ്പ് നൽകണം. ഇറ്റലിയിൽ കഴിയുകയാണെങ്കിലും നാവികൻ ഇന്ത്യയുടെ അധികാരപരിധിയിലായിരിക്കും. പാസ്പോർട്ട് ഇറ്റാലിയൻ അധികൃതർക്ക് നൽകണം തുടങ്ങി ഉപാധികളോടെയാണ് സാൽവത്തോറോ ജെറോമിന് നാട്ടിലേക്ക് പോകാൻ സുപ്രീംകോടതി അനുമതി നൽകിയിരിക്കുന്നത്. നാട്ടിലേക്ക് മടങ്ങണമെന്ന നാവികന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ എതിർത്തില്ല. മാനുഷിക വശം പരിഗണിച്ച് എതിർക്കുന്നില്ലെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതി അറിയിച്ചത്. സാൽവത്തോറോ ജെറോമിനൊപ്പം കടൽക്കൊലക്കേസിൽ പിടിക്കപ്പെട്ട മാസിമിലാനോ ലത്തോറയും നേരത്തെ ചികിത്സയ്ക്കായി ഇറ്റലിയിലേക്ക് മടങ്ങിയിരുന്നു. ഇയാൾക്കും ഇനി ഇന്ത്യയിലേക്ക് വരേണ്ടതില്ല. അന്താരാഷ്ട്ര മധ്യസ്ഥ കോടതി എടുക്കുന്ന തീരുമാനമാണ് കടൽക്കൊലക്കേസിൽ ഇനി പ്രധാനം. 2012 കേരള സമുദ്രാതിർത്തിയിൽ വച്ചാണ് ഇറ്റാലിയൻ നാവികർ മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കടൽക്കൊലക്കേസിൽ കേന്ദ്ര സർക്കാരിന്റേത് കള്ളക്കളിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രത്തിന്റെ തെറ്റായ നിലപാട് മൂലമാണ് നാവികൻ രക്ഷപ്പെട്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ വഴിക്ക് പോകണമെന്നുള്ളിടത്താണ് LDF ഗവൺമെൻറ് നിൽക്കുന്നത്. നിയമത്തിൻ്റെ വഴിക്ക് പോവുക എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ കുറ്റകൃത്യം ചെയ്തയാളെ ഇവിടെയാണ് അതുമായി ബന്ധപ്പെട്ട പരിശോധനയും വിചാരണയും ഒക്കെ നടക്കേണ്ടത്. പക്ഷേ ഇക്കാര്യത്തിൽ വലിയ കള്ളക്കളിയാണ് നേരത്തെ മുതൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. ആ സമീപനത്തോട് യോജിപ്പ് ഞങ്ങൾക്ക് നേരത്തെയില്ല. ഞങ്ങളതിനെ ശക്തമായി തന്നെ വിമർശിച്ചിട്ടുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന തെറ്റായ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് കോടതിയിൽ നിന്നും ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നിലവിലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. UDF സർക്കാർ ചെലവാക്കിയതെല്ലാം ബജറ്റിന് പുറത്തെ ചെലവുകളാണെന്നും ധനമന്ത്രി പറഞ്ഞു. ബഡ്ജറ്റ് എന്ന് പറയുന്നത് ശുദ്ധ പ്രഹസനമായിട്ട് മാറി. ഈ മൂലധന ചെലവ് കുറയാണ് ചെയ്തിട്ടുള്ളത്. സംസ്ഥാന വരുമാനത്തിന്റെ ശതമാനമായി കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ചെലവെല്ലാം ദൈനംദിന ചെലവാക്കി മാറ്റി. അതാണ് ഈ പ്രതിസന്ധിയുടെ കാരണം എന്ന് പറയുന്നത്. ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾക്കല്ല അപ്പപ്പോൾ വിളി തോന്നുന്ന കാര്യങ്ങൾക്കൊക്കെ പണം കൊടുത്ത് ചെലവഴിക്കാം. ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും വൻകിട മൂലധന നിക്ഷേപം കേരളത്തിൽ സാധ്യമാക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് വെല്ലുവിളി. ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വൻകിട നിക്ഷേപങ്ങളാകാം എന്ന് കരുതി കഴിഞ്ഞാൽ അത് വളർച്ചയ്ക്ക് വലിയ തിരിച്ചടിയായിട്ട് മാറും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം. ഒരുപക്ഷെ ഒരു 2 വർഷം എങ്കിലും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. UDF സർക്കാരിന്റെ വിവാദ ഉത്തരവുകൾ പുനഃപരിശോധിക്കാൻ നിയോഗിക്കപ്പെട്ട മന്ത്രിസഭാ ഉപസമിതി തിങ്കളാഴ്ച യോഗം ചേരും. ജനുവരി 1 ശേഷം ഉമ്മൻചാണ്ടി സർക്കാർ കൈക്കൊണ്ട വിവാദ ഉത്തരവുകളാണ് ഉപസമിതി പരിശോധിക്കുക. വിവാദ തീരുമാനങ്ങൾ അന്വേഷിക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. നിയമം നടപ്പാക്കാനാണ് ശ്രമമെന്ന് സമിതി കൺവീനർ AK ബാലൻ പ്രതികരിച്ചു. കഴിഞ്ഞ സർക്കാർ അവസാനകാലത്ത് തിടുക്കത്തിലെടുത്ത തീരുമാനങ്ങൾ അഴിമതി ലക്ഷ്യമിട്ടാണെന്ന് വിമർശനമുയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജനുവരി 1 ശേഷമുള്ള സർക്കാർ തീരുമാനങ്ങൾ പരിശോധിക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഇതിനായി രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ ആദ്യ യോഗം തിങ്കളാഴ്ച ചേരും. പ്രതികാര നടപടി സ്വീകരിക്കില്ലെന്നും എന്നാൽ നിയമം നടപ്പാക്കുമെന്നും സമിതി കൺവീനർ AK ബാലൻ പറഞ്ഞു. ഭരണകക്ഷിയായാലും ശരി പ്രതിപക്ഷത്തായാലും ശരി അഴിമതിക്കാരാണോ നേതൃത്വം കൊടുക്കുന്നത്, ആരാണോ അഴിമതി നടത്തുന്നത്, അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിയമപരമായി ശിക്ഷിക്കുക. അല്ലാതെ ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ നിന്നുള്ള ശിക്ഷയല്ല. നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക. അതാണ് ഗവൺമെൻറ്റിൻ്റെ ബാധ്യത. പിന്നെ ചെയ്യേണ്ടത് കോടതികളാണ്. അപ്പം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന പ്രക്രിയയിൽ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ നോക്കില്ല. അവസാന 4 മന്ത്രിസഭാ യോഗങ്ങളിൽ വൻതോതിൽ നടത്തിയ ഭൂമിദാന ഉത്തരവുകളിൽ ചിലത് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതുൾപ്പെടെയുള്ള മുഴുവൻ തീരുമാനങ്ങളും സമിതി പരിശോധിക്കും.
AK ബാലന് പുറമെ മന്ത്രിമാരായ TM തോമസ് ഐസക്, മാത്യു ടി തോമസ്, VS സുനിൽകുമാർ, AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരാണ് ഉപസമിതി അംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. UDF സർക്കാരിന്റെ കാലത്ത് നടന്ന ഭൂമി ഇടപാടുകൾ പരിശോധിക്കുമെന്ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് പ്രഥമ പരിഗണന നൽകുമെന്നും അദ്ദേഹം പീപ്പിളിനോട് പറഞ്ഞു. സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെയൊക്കെ ഇന്നലെ കണ്ടിരുന്നു. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് അവരുടെ യോഗം വിളിച്ചിരുന്നു. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചിരുന്നു. നാളെ കാലത്ത് CM വിളിച്ചു ചേർത്തൊരു യോഗമുണ്ട്. മഴക്കാലപൂർവ്വ രോഗങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള യോഗമാണ്. അത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പുകളെല്ലാം ഉൾപ്പെടുന്ന യോഗമാണ്. ആ യോഗം രാവിലെ 11 മണിക്കും അതിനുശേഷം 2:30ക്ക് റവന്യൂവിലെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു. റവന്യൂ വകുപ്പിൻ്റെ ഇപ്പോഴത്തെ നിജസ്ഥിതി മനസ്സിലാക്കാനാണ് നാളത്തെ യോഗം. ഇപ്പോൾ എന്താണ് അവിടെ ഇരിക്കുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാനാണ് നാളത്തെ യോഗം. നാളത്തെ യോഗത്തിന് ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്ന് തീരുമാനിക്കാൻ കഴിയും. 2016 ജനുവരി മാസം 1-ാം തീയതി മുതൽ കഴിഞ്ഞ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരിശോധിക്കാൻ ഒരു സബ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ അവസാന തീരുമാനങ്ങൾ 800 തീരുമാനങ്ങൾ എടുത്ത് ഉൾപ്പെടെ അതിൽപ്പെടും. അത് ശരിയേത് തെറ്റേതെന്ന് നിർണ്ണയിക്കാൻ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ശേഷം സാധ്യമാണ്. പൊതുമരാമത്ത് വകുപ്പിൽ അഴിമതി അനുവദിക്കില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരൻ. സർക്കാർ ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം അനുവദിക്കില്ല. PWDയിലെ പുറം കരാറുകൾ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നാഷണൽ ലെവലിൽ തന്നെ ഈ കോൺട്രാക്ടർ, ബ്യൂറോക്രാറ്റ്, കറന്റ് പൊളിറ്റീഷ്യൻ, ലോബിയറ്റ്, മൂന്നും കൂടെ ചേർന്നാണ് നമ്മുടെ വികസനത്തിന് എമൗണ്ട് തന്നെ അടിച്ചെടുക്കുന്നത്. അത് കേരളത്തിലും ആനുപാതികമായ ശക്തിയുള്ളതാണ്. അതെല്ലാം നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്, നമ്മൾ സംസാരിക്കുന്നതാണ്, നിയമസഭയിലൊക്കെ ആക്ഷേപം ഉന്നയിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ആ ഒരു കറപ്ഷനിൽ നിന്ന് ഒഴിവാക്കാവുന്നിടത്ത് ഒഴിവാക്കണമല്ലോ. അഴിമതിക്കെതിരായ ഒരു നിലപാടും കൂടെ എൻ്റെ ഭാഗമായിട്ട് വരും. എന്നാലേ അത് ഉള്ള പൈസ പൂർണ്ണമായിട്ടും ആ പ്രോജക്റ്റിന് ചെലവഴിക്കും. ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള പിന്നെ അതിൻ്റെ മറ്റൊരുപാട് കാര്യമുണ്ട്. ഒരു ബോധവൽക്കരണം ഉദ്യോഗസ്ഥന്മാരത്തിൽ നടത്തുകയും പബ്ലിക്കിനോട് പറയുകയും ചെയ്യും. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ അധികൃതർക്ക് ഇന്നും കഴിഞ്ഞില്ല. സ്കൂൾ പൂട്ടാനെത്തിയ AEO നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പിന്മാറി. വലിയ ജനകീയ പ്രതിഷേധത്തെ തുടർന്നാണ് ഈ മാസം 27-നകം മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടണമെന്ന ഹൈക്കോടതി ഉത്തരവ് പാലിക്കാൻ സാധിക്കാതെ AEO മടങ്ങിയത്. രാവിലെ 10 മണിയോടെ വൻ പോലീസ് സന്നാഹത്തോടെ സ്കൂൾ അടച്ചുപൂട്ടാൻ AEO എത്തി. എന്നാൽ സ്കൂൾ കവാടത്തിനുള്ളിലേക്ക് പോലും പ്രതിഷേധക്കാർ AEOയെ കടക്കാൻ അനുവദിച്ചില്ല. സ്ഥലത്ത് സ്കൂൾ സംരക്ഷണ സമിതിയും നാട്ടുകാരും DYFI SFI പ്രവർത്തകരും വൻ പ്രതിഷേധ വലയം സൃഷ്ടിച്ചിരുന്നു. സ്ഥലം MLA A പ്രദീപ് കുമാറും സ്കൂളിനകത്ത് ഉണ്ടായിരുന്നു. AEO എത്തിയ ഉടൻ തന്നെ ഗോബാക്ക് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധക്കാർ അണിനിരന്നു. പോലീസ് പ്രവർത്തകരെ തടഞ്ഞത് നേരിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. എന്നാൽ തനിക്ക് സംരക്ഷണം ലഭിക്കാതെ സ്കൂൾ പൂട്ടില്ല എന്ന നിലപാടിലായിരുന്നു AEO. എന്തായാലും ഇത്രയും ജനങ്ങൾ ഇവിടെയുണ്ട്, അവരുടെ ഇടയിൽ കൂടെ അങ്ങോട്ട് എനിക്ക് വളരെ സുരക്ഷിതമായി പോകാൻ പറ്റിയാൽ മാത്രമേ ഞാൻ പോകുള്ളൂ. വൻ പ്രതിഷേധത്തെ തുടർന്ന് AEO പിന്മാറി. ഹൈക്കോടതിയെ ഇക്കാര്യം ബോധിപ്പിക്കുമെന്നും AEO കുസുമം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമപരമായ നടപടികൾ സ്വീകരിച്ച് മലാപ്പറമ്പ് സ്കൂൾ നിലനിർത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പറഞ്ഞു. നിയമ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും നിയമമന്ത്രിയും ഫിനാൻസ് മിനിസ്റ്ററും ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്, നാളെ തന്നെ പോകുന്നത്. നാളെ തന്നെ കോടതിയിൽ പോകാനാണ് തീരുമാനമെങ്കിൽ കോടതിയിൽ തന്നെ പോകും. നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നിയമപരമായി മലാപ്പറമ്പ് സ്കൂളായിട്ട് തന്നെ നിലനിർത്തും. മെയ് 25-ന് സത്യപ്രതിജ്ഞയുടെ തിരക്കേറിയ ദിനത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈരളി TV സന്ദർശിക്കാൻ സമയം കണ്ടെത്തി. ചെയർമാൻ മമ്മൂട്ടിയും MD ജോൺ ബ്രിട്ടാസും ചേർന്ന് പിണറായിക്ക് സ്നേഹോഷ്മളമായ വരവേൽപ്പ് നൽകി. പിണറായിയുടെ സന്ദർശനം കൈരളി പ്രവർത്തകർക്കും ആവേശമായി. പിണറായി വിജയന്റെ ദിവസം തുടങ്ങിയത് രാവിലെ 9 മണിക്ക് ഗവർണറെ കണ്ടുകൊണ്ട്. 10 മണിക്ക് LDF യോഗത്തിനെത്തി. യോഗം തീർന്നപാടെ എത്തിയത് കൈരളി ആസ്ഥാനത്ത്. നിയുക്ത മുഖ്യമന്ത്രിയാകുന്ന ആ മണിക്കൂറുകളിൽ അദ്ദേഹം സന്ദർശിച്ച ഒരേയൊരു സ്ഥാപനം കൈരളിയായി. കീഴിലായി
വികാരം കേരളത്തിന്റെ പുതിയ നായകൻ ഇങ്ങനെ വാക്കുകളിൽ പകർത്തി. കൈരളിയുടെ സന്തോഷം എനിക്കും ഉണ്ടാകുന്ന സന്തോഷമാണ്, എനിക്കുണ്ടാകുന്ന സന്തോഷം കൈരളിക്കും സന്തോഷമാണെന്ന് തന്നെയാണല്ലോ പ്രതീക്ഷിക്കുന്നത്. കൈരളി ചെയർമാൻ കൂടിയായ മഹാനടൻ ഭരത് മമ്മൂട്ടി അതൊരു പിറന്നാളാഘോഷ വേളയുമാക്കി. സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനം നമുക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു വെടിക്ക് ഒരു 3-4 പക്ഷികളെ നമ്മളിവിടെ വെടിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ആഘോഷത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തോട് തന്നെ കേക്ക് മുറിക്കാൻ പറയും. അപ്പോൾ അത് കൈരളി കുടുംബത്തിന്റെ ആഹ്ലാദവും ആശംസകളും MD ജോൺ ബ്രിട്ടാസും പങ്കുവച്ചു. അദ്ദേഹത്തിൻ്റെ സ്ഥാനലബ്ധി എന്നുള്ളത് കൈരളി കുടുംബത്തിൻ്റെ കൂടി ഒരു വിജയമായിട്ടും സന്തോഷമായിട്ടും ഞങ്ങൾ കാണുന്നു. വളരെ തിരക്ക് പിടിച്ച ഒരു സമയമായിട്ട് പോലും അദ്ദേഹം കൈരളി കുടുംബാംഗങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ വന്നതിൽ അദ്ദേഹത്തോട് നന്ദി ഞാൻ പറയുന്നു, കടപ്പാട് അറിയിക്കുന്നു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ജീവനക്കാരും ചേർന്നാണ് നിയുക്ത മുഖ്യമന്ത്രിയെ വരവേറ്റത്. നടൻ ദിലീപും സന്നിഹിതനായിരുന്നു. തിരക്കിട്ട പകലിലെ 3/4 മണിക്കൂർ കൈരളി ടവേഴ്സിൽ ചെലവിട്ട പിണറായി വിജയൻ കൈരളിക്ക് ഒരാഹ്വാനം കൂടി നൽകിയാണ് യാത്രയായത്. ഒരു പരസ്പര ബന്ധമാണ് നാം തമ്മിലുള്ളത്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനം നാടിനു വേണ്ടി കൈരളി നിർവഹിക്കുന്ന സേവനവുമാണ്. അത് തുടർന്ന് നല്ല രീതിയിൽ തന്നെ നിർവഹിക്കാൻ കൈരളിക്ക് കഴിയട്ടെ എന്ന് മാത്രം ഇപ്പോൾ ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.